കാണാലോ. എന്താ മഞ്ഞ് നല്ല തണുപ്പുണ്ട് കേട്ടോ. യെസ് 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 മല്ലു 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 അതാരേ ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ട് കേട്ടോ. ഓംപ്ലേറ്റ് ബ്രെഡ് രാവിലെ തന്നെ. നല്ല ചൂട് വാർന്ന കാലം. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോ നല്ല യാത്ര പോവാൻ. ഇനി അയ്യോ നല്ല തണുപ്പാട്ടോ പുറത്ത്. വണ്ടി ഹീറ്റാകാൻ വേണ്ടി വെച്ചാട്ടോ. ഹീറ്റായി കിട്ടുന്നില്ല വണ്ടി. നമ്മൾ നേരെ പോകുന്നത് ഗുൽമർഗിലേക്കാട്ടോ. കാലാവസ്ഥ കണ്ടിട്ട് ആരും പൊലച്ചാന്ന് വിചാരിക്കണ്ട കേട്ടോ. രാവിലെ 10:30 മണി കഴിഞ്ഞില്ലേ. ഒറിജിനൽ മഞ്ഞ തന്നെ, പൊടിയും ഇതൊന്നും അല്ല കേട്ടോ. എന്തോ കാര്യമായിട്ടുള്ള VIP ആട്ടോ വരുന്നത്. ഫുള്ള് ബ്ലോക്കാക്കി വെച്ചത്. ഫുൾ ആർമി വലിയ ടീമാണ്. ഫോർച്യൂണറിന്റെ വലിയ വണ്ടിയൊക്കെ ഉള്ളത്. സെന്ററിലുള്ള വണ്ടി ബേക്കിലെന്താ സാധനം നോക്ക്. റഡാറ് സെക്യൂരിറ്റി മോനെ. ഇത് Z ഗ്രേഡ് ആട്ടോ. Z കാറ്റഗറി ഉള്ള ഏതോ ടീമാ. ബേക്കിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതോ കാര്യമായിട്ടുള്ള ആളാട്ടോ പോകുന്നത്. നമ്മളെ നാട്ടിലൊക്കെ റെഡ് സിഗ്നലിട്ടാ നിർത്തണം എന്നല്ല, ഇവിടെ പോകണം എന്നാട്ടോ. കാശ്മീരിൽ നേരെ തിരിച്ചാണ്. പിന്നെ എല്ലാ സിഗ്നലിലും ഉണ്ടാവും പിടിച്ചു പറിക്കാർ, പോലീസുകാരെന്നെ കേട്ടോ, വേറെ ആരും അല്ല. അവർക്ക് 500 1000 വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല വാങ്ങലാണ് വാങ്ങുന്നത്. നല്ല പിടിച്ചു പറിയാട്ടോ. നല്ല ട്രാഫിക് ബ്ലോക്ക് ആട്ടോ. നല്ല ക്ലൗഡും ആണ്. 12 മണിയായിട്ട് സൂര്യനെ കാണുന്നില്ല. ഇനി ഇറങ്ങി തപ്പേണ്ടി വരും എന്നാണ് തോന്നുന്നത് സൂര്യനെ കിട്ടണമെങ്കിൽ. ഇന്നൊന്ന് ശ്രദ്ധിക്കണേ. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് വരുന്ന പോലെ ഫൈൻ അടിച്ച് മുടിയും കിട്ടും ഇവിടെ. പിന്നെ ഒരിടത്തിന് ഭാഗ്യം പോലാന്ന്. ഇവിടെയുള്ള വലിയൊരു മാർക്കറ്റാട്ടോ അത്. ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡ് തന്നെ ഓർമ്മ വരിക. പാളയം സ്റ്റാൻഡ് തന്നെ പുറത്ത് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം. അപ്പുറത്ത് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എല്ലാം കൂടി. കോഴിക്കോട് മിസ് ചെയ്യുന്നിട്ടോ അല്ലേ. പാളയം സ്റ്റാൻഡ് തന്നെ. ലോറിയും മോളയോ കരിമ്പ്. അത് കരിമ്പ് വെച്ചാണ്ട് ഓടക്കോലിൻ്റെ മാതിരില്ലേ ചെത്തിച്ച് ഓർമ്മിച്ച് വെച്ചിട്ട്. ആ പോലീസുകാർക്ക് എടുക്കുകയും ചെയ്യും നമ്മളെ പുറത്തിട്ട് അടിക്കാൻ. മിലിറ്ററി കേട്ടോ. മിലിറ്ററി ടീമാ പോകുന്ന. പെണ്ണുങ്ങൾ എവിടെ ചെന്നാലും ഡ്രൈവ് ചെയ്താൽ തന്നെ കേട്ടോ അവസ്ഥ. ഓണും അടിച്ച് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കയറി കിടന്ന് ഉറങ്ങുക. അപ്പം ഞാൻ വിചാരിച്ച് കേരളത്തിലുള്ള പെണ്ണുങ്ങൾ മാത്രമേ അങ്ങനെ ഉള്ളൂ. കാശ്മീരിലുള്ള പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ കിടന്ന് ഊഞ്ഞാൽ കിടന്നാടുന്നത്. ഇത് കണ്ടോ ഫൈൻ അടിക്കുന്ന കണ്ടോ. നായ്ക്കൾ എന്താക്കുന്ന അറിയോ കാശ്മീരിലുള്ള പോലീസുകാർ. എല്ലാവരും മാറി പറഞ്ഞും കൊണ്ട് തീർന്നില്ല. അതിൻ്റെ മുമ്പ് ഫൈൻ ഇടല് തുടങ്ങിക്ക്. കൂളിംഗ് ഒട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഫൈൻ തന്നെ ഫൈന്. എല്ലാവർക്കും 500 വെച്ച് കൊടുക്കുക. അതിപ്പം കൂളിങ്ങിനെക്കാട്ടും പൈസ അത് ഒട്ടിച്ചതിനായി. എന്താ ചെയ്യുക. ഒരു ജായി മലരന്മാർ തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. ഇതാണ് കൂസ് അവസ്ഥ കണ്ടോ. എടുത്ത ഫൈനിന്റെ ഫോട്ടോ വരെ എടുത്തിട്ട് അവര് പോകുന്നത്. 500 എടുത്ത് ഇപ്പൊ ആദ്യം ഒരു ഫൈന് കൊടുത്ത് റെസീറ്റ് വാങ്ങിയതിനെ കൊണ്ട് രണ്ടാമത്തെ ഫൈൻ ഒഴിവായില്ലേ. അല്ലെങ്കിൽ ഉറപ്പായും ഫൈൻ അടിപ്പിക്കാനും പിന്നെയും കൊടുക്കേണ്ടി വരും. ഉറപ്പല്ലേ. അത് 500 പോയി കിട്ടിയാലും ഇവിടെ. എല്ലാം അടിപൊളി സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ പോലീസുകാർ പറ്റാവത്ത ഒരു ഉളുപ്പില്ലാത്ത പോലീസുകാർ. 500 കീസയിലിടുക, 500 മറ്റിടത്തിലിടുക. അതാണ് ഇവിടുത്തെ സ്വഭാവം പോലീസുകാരെ. മരമൊക്കെ ഉണങ്ങി അങ്ങ് പോയി കിട്ടും. കുറച്ചുകൂടെ ഉണങ്ങും. മരമൊക്കെ ഉണങ്ങിയ മരങ്ങൾ എന്നാ ഉള്ളത്. വിൻ്റർ ആകുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള മരങ്ങളൊക്കെ ഉണങ്ങും. പക്ഷെ വീഡിയോ എടുത്താൽ ക്ലാസ് ആയി കിട്ടോ. ഇതിൻ്റെ ഇടയിൽ നോക്കാം വേറെ വൈബ് തന്നെ ആയിരിക്കും. വെൽക്കം ടു ഗുൽമാർഗ്. തങ്കമാർഗോ ടാങ്ക് മാർഗ് എന്നുള്ള പേരുണ്ട് അല്ലേ. ഇതാന്ന് മറ്റടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അടുത്ത ഫൈനാര് വരുന്നുണ്ടേ. ഇനിയിപ്പോൾ അടുത്ത ഫൈൻ ഇതാ കാത്തു നിൽക്കും നമ്മളെ പിടിക്കാൻ. ഇത് ഗൈഡുകളാട്ടോ പോലീസുകാർ. ഇത് കറക്റ്റ് കൊടൈക്കനാല്. ഒന്നും പറയാല്ലേടോ നമ്മളെ പൈന്മാരോ.
ആ തണുപ്പ് ലേശം കൂടും അങ്ങനൊക്കെ തന്നെ. അല്ലാണ്ട് ഇത് കൊടൈക്കനാൽ തന്നെ ഐസും പോയി അത്ര തന്നെ. പത്ത് കിട്ടി ഞാൻ ആലോചിക്കുന്ന രോഹിത്ത് എടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി ഒന്ന് തപ്പി ഇങ്ങനെ നടക്കുക. യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടെ വണ്ടി അതിൽ പണിയെടുക്കണം. പണിയെടുക്കണത് മാത്രമല്ല ഡ്രോൺ എടുക്കണം. ഇതൊക്കെ ഡ്രോണിൽ കാണാൻ നല്ല രസമായിരിക്കും. ഇതിപ്പം അല്ലാണ്ട് നമ്മൾ കാണുമ്പോൾ ഊട്ടിയും കൊടൈക്കനാലും തന്നെ സെയിം സിറ്റുവേഷൻ അല്ലേ. റോഡും പൈന്മരവും എല്ലാം കൂടി സെയിം ക്ലൈമറ്റും അത് തന്നെ. രാജാവിന്റെ അവിടെ വർക്ക് ചെയ്ത ഒരു ചങ്ങായിക്ക് കൊടുത്തതാണ്. ഇതിപ്പോ സ്ഥലം കാണുന്ന ഒരു ഇനിയിപ്പോ മറ്റേ കൊടൈക്കനാലും രണ്ട് സൈഡ് ഒരേപോലെ തന്നെ. നാട്ടിൽ നിന്ന് 3000 കിലോമീറ്റർ എങ്ങനെ ഓടി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ടോട്ടൽ 8000 ഓടിയില്ലേ? അതെ, 10,000 കിലോമീറ്റർ ഓടിയിട്ടാട്ടോ ഇവിടെ വരെ എത്തിയേ. എന്താ പറയുന്നത്? രജനീകാന്തിന്റെ മോളല്ലേ ധനുഷ് കിട്ടിയേ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് വേറൊരു ലോകത്തേക്ക് എൻ്റർ ചെയ്തൊക്കെ. ഇത് വേറൊരു സ്ഥലം മാതിരി പറയുമ്പോ ഒരു സ്ഥലം ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തരോ ഉണ്ട് ചേട്ടാ, എന്തരോ ഉണ്ട്. സ്നോ കാണാൻ വന്നതാ. നല്ല തരിശ് ഭൂമി കിട്ടിയിരിക്കുക. എന്തായാലും സ്നോ ഇവിടെ അല്ല, തരിശ് ഭൂമി മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഇതാണ് അവസ്ഥ. നമ്മൾ എവിടെ ചെന്നാലും കഷ്ടകാലവും പരിവട്ടവും പട്ടിണിയും തന്നെ അല്ലേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് അവസ്ഥ. മഞ്ഞ് കാണാൻ വന്ന ഒരു തുള്ളി മഞ്ഞ് പോലും ഇല്ല കേട്ടോ ഇവിടെ. ആഴ്ചയില്ലാത്തതിലൊക്കെ മഞ്ഞുണ്ട് എന്തായാലും. हेलो तो इधर आएगा। ठीक है। और रोकना है तो दोनों खींचना पड़ेगा। खींच लो, दोनों करेगा तो ठीक। ഒരു വിൻ്ററിലെ അവസ്ഥ നോക്ക്. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന കേട്ടോ സാധാരണഗതിയിൽ. പക്ഷേ നമ്മൾ നല്ല സമയം കൊണ്ട് ഇവിടെ മഞ്ഞുമില്ല, ഒരു മാഞ്ചുമില്ല. मैं यूट्यूबर है. इसको नहीं लेना प्लीज. Oh no okay, thank you. Okay, no problem. वेल डन केरला. ഗുൽമർഗിൽ മഞ്ഞ് കാണാൻ വന്ന സ്നോ, ഒരു തുള്ളി മഞ്ഞ് പോലും ഇല്ല. പഠിച്ചവനെ സഹായിച്ചിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു തുള്ളി സ്നോ അല്ല കേട്ടോ. ആകെയുള്ള ഒരു കുതിര സവാരിയും കാര്യങ്ങളൊക്കെ തന്നെ, വേറൊന്നുമില്ല. നമ്മളെ ഊട്ടിയും കൊടൈക്കനാലൊക്കെ അല്ലേ, സെയിം ക്ലൈമറ്റും സെയിം ഇതും വൈബും. സംസാരം കുറച്ച് ഹിന്ദിയിലാവുന്നു മാത്രം. സെയിം രണ്ട് സൈഡിൽ പൈൻമരങ്ങൾ, നടുവ് കൂടിയ റോഡ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടാൽ വിചാരിക്കും ആരെങ്കിലും കൊടൈക്കനാലെത്താനാണെന്ന്. അന്നപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3G അത്ര തന്നെ.
ഓക്കെ അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കേട്ടോ. വിൻ്ററിൽ ഇവിടെ മഞ്ഞ് വെക്കുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സൂപ്പറാണ്. പിന്നെ ഇവരൊക്കെ കൊണ്ടുള്ള അലസ് തയ്ച്ചാൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സ്വൈര്യം അവർ തരൂല, എത്ര ബോർഡ് എന്ന് പറഞ്ഞാലും പോവില്ല. ഏയ് സൂര്യൻ ഭൂമിയിലേക്ക് പതിക്കുന്ന ഇത് കണ്ടോ, ഇത് രസാരേ. അതെടുക്ക് ആ ക്യാമറയിൽ, അത് വേറെ വൈബല്ലേ? അതെ. ഞാൻ നിങ്ങളോട് ഉണ്ടെന്ന് അറിയാം. എന്റെ മോനൊന്ന് കാണിച്ചു ചോദിച്ചു കരഞ്ഞതാ. ഞാനാ പറഞ്ഞു അഹമ്മദ് വിളിക്കില്ല, അമ്മയുടെ കാര്യം പറയാ. ആ അടക്ക് ആയില്ല, ഉമ്മാടില്ല അതൊക്കെ ചോദിക്കില്ല. അതൊക്കെ ഞാൻ പെണ്ണു നിൽക്കൂലാണ്. तो देखा मालूम है केरला आदमी इधर आएगा तो आएगा आपका पास आया. ओके, क्या बोले भैया, ये क्या है? ये कश्मीरी कहवा है. कावा. हाँ, उसमें एक केसर, हाँ, हनी, हनी, एलची, एलची, दालचीनी. दालचीनी मीन्स दालचीनी, पंसारा. हाँ ओके. अदरक, अदरक, जिंजर जिंजर. हाँ जिंजर ओके. और शंकर, ശങ്കർ, सिपिस्तान, ശർക്കര. ആ ശർക്കരയും കൂടി കൂട്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. कहा ज़बान ये गहरा मसाला उबाल कर पानी में 2 घंटा का. 11. हाँ समझो, अगर 5 कहवा बनाना है 10 का पानी डालना है, 5 ही में रहना उसमें. अच्छा. हाँ इतना उबालना पानी में. हाँ. ये शरीर, सांस, छाती, जुकाम, गला साफ करता है. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിനുള്ള എന്താക്കും ഇതെല്ലാം കൂടുതൽ കിട്ടുന്ന. അതായത് ചൂടാക്കുന്നില്ലേ ഉള്ളിൽ കാശ്മീരി തണുപ്പത്ത്. ഫേമസ് ആയത്. आपका नाम मोहम्मद असलम भट्ट. मोहम्मद असलम भट्ट. अच्छा कावा है भैया. थैंक यू. ओके. बहुत बहुत शुक्रिया. ओके. धन्यवाद. ओके सर जी. वो क्या है भैया? कौन सा? ये वाला ये कश्मीरी कुलचा है. कश्मीरी कुलचा. हाँ. वो क्या बनाएगा? ये उसमें 7 ड्राई फ्रूट्स मिक्स. 7 ड्राई फ्रूट्स. हाँ. अच्छा. अखरोट का गिरी, बादाम, काजू, चॉकलेट, सब कुछ. अच्छा. ഇതാ ഈ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ആട്ടോ എന്നാ പറയുന്നത്. हाँ. ഇതാണ് കാശ്മീരി കാവ. ये कश्मीरी कहवा. हाँ, ये ड्राई फ्रूट्स ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുക. वो एक कितना बोला? 50 का ड्राई फ्रूट. 50 रुपये ഡ്രൈ ഫ്രൂട്ട്സ് വാല ഇതാട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ, അതിൽ ചായയിലിടുക, കുടിക്കുക. മസ്റ്റ് ട്രൈ ആട്ടോ. അതൊക്കെ പൈസ നോക്കരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്. കാരണം നമ്മൾ ട്രൈ ചെയ്യുക. കാരണം പിന്നെ കേരളത്തിലെത്തി നമുക്ക് ഉണക്ക ചായ കിട്ടുക. ആദ്യം പൈസ ചോദിക്കണം, ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. ഇല്ലേ ഇവിടെ നമുക്ക് പണി കിട്ടും കേട്ടോ. കണ്ടാൽ കൊപ്പര ഉണക്കി മാതിരിണ്ട്. എന്നാലും മുത്തുമണിയെ സാധനം സെറ്റാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാ. നമ്മൾ എങ്ങനെയുണ്ട് ടേസ്റ്റടാ? ചായന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാ. എന്തായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഗുൽമർഗിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കാശ്മീരി കാവേന്റെ സാധനത്തിൽ ഇവര് ചോക്ലേറ്റ് ഇട്ടു. ചോക്ലേറ്റ് ഒരു സിപ്പ് ചായ കുടിക്കുക, ഒരു കടി കടിക്കുക. സാധനം സെറ്റാ. ഒന്ന് ഓഫാക്ക്. जून में बेस्ट है. जून में बेस्ट है ना, इसलिए ना. ജൂൺ ജൂലൈ മാസത്തിൽ വരണം നമ്മൾ. എന്നാലേ ഇവിടെ കാണാനുണ്ടാവും പച്ചപ്പ്. पक्का आएगा जून जुलाई. उस टाइम तो मुझे कॉल करना. इंशाल्लाह कॉल इंशाल्लाह. करना. जरूर आया भैया, जरूर मैं आया. हिमाचल में निकलने के टाइम में ना मैं आपको कॉल करके बोलेगा असलम भाई हम लोग आएगा. बाकी पूरा आप अरेंज करो. ठीक है. ठीक है. हमारा मैं जरूर कॉल किया. मैं जुलाई में मैं आया. हाँ कट्ठे आना है तीनों. पक्का आएगा पक्का. हमारा जाना है, उसकी बात जाना है. इंशाल्लाह 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 पक्का है. क्या है? ये कश्मीरी कहवा है. कावा. हाँ उसमें एक केसर, हाँ, हनी, हनी, एलची, एलची, दालचीनी. दालचीनी मीन्स दालचीनी, पंसारा. हाँ ओके. अदरक, अदरक, जिंजर. जिंजर. हाँ जिंजर ओके. और शंकर, ശങ്കർ, सिपिस्तान, ശർക്കര. ആ ശർക്കരയും കൂടി കൂട്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. कहा ज़बान ये गहरा मसाला उबाल कर पानी हाँ. में 2 घंटा का. 11. हाँ समझो, अगर 5 कहवा बनाना है 10 का पानी डालना है, 5 ही में रहना उसमें. अच्छा. हाँ इतना उबालना पानी में. हाँ. ये शरीर, सांस, छाती, जुकाम, गला साफ करता है. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിനുള്ള എന്താക്കും ഇതെല്ലാം കൂടുതൽ കിട്ടുന്ന. അതായത് ചൂടാക്കുന്നില്ലേ ഉള്ളിൽ കാശ്മീരി തണുപ്പത്ത്. ഫേമസ് ആയത്. ആ. आपका नाम?
मोहम्मद असलम भट्ट। मोहम्मद असलम भट्ट। अच्छा कहवा है भैया। थैंक यू, ओके। बहुत बहुत शुक्रिया। ओके। ओके सर जी। वो क्या है भैया? कौन सा? ये वाला ये कश्मीरी कुलचा है। कश्मीरी कुलचा। हाँ। वो क्या बनाएगा? ये उसमें 7 ड्राई फ्रूट्स मिक्स। 7 ड्राई फ्रूट्स। हाँ, अच्छा। अखरोट का गिरी, बादाम, काजू, चॉकलेट सब कुछ। अच्छा, ഇതാ 7 ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ആട്ടോന്നാ പറയുന്നത്. हाँ, ഇതാണ് കാശ്മീരി കാവ. ये कश्मीरी ആ कहवा ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുക. എങ്ങനെയുണ്ട് ടേസ്റ്റടാ? ചായന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? രക്ഷയില്ല പൊളി. ചായ അല്ല കാശ്മീരി കാവ് രക്ഷയില്ല പൊളി. സൂപ്പറാ. എന്തായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഗുൽമർഗിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കാശ്മീരി കാവേന്റെ സാധനത്തിൽ ഇവര് ചോക്ലേറ്റ് ഇട്ടു. ചോക്ലേറ്റ് ഒരു സിപ്പ് ചായ കുടിക്കുക, ഒരു കടി അടിക്കുക. സാധനം സെറ്റാ. ഒന്ന് ഓഫാക്ക്. क्या है? ये कश्मीरी कहवा है। कावा। हाँ, उसमें एक केसर, हाँ। हनी, हनी, इलायची, इलायची, दालचीनी, दालचीनी मीन्स दालचीनी, पंसारा. हाँ ओके. अदरक, अदरक जिंजर जिंजर. हाँ जिंजर ओके. और शंकर, ശങ്കർ, सिपिस्तान, ശർക്കര. ആ ശർക്കരയും കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. सिपिस्तान का ज़बान। ये गहरा मसाला उबाल कर पानी हाँ। में 2 घंटा का। 11. हाँ, समझो अगर 5 कहवा बनाना है, 10 का पानी डालना है, 5 ही में रहना उसको। अच्छा. हाँ, इतना उबालना पानी में। हाँ। ये शरीर, सांस, छाती, जुकाम, गला साफ करता है। അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിനുള്ള എന്താക്കും ഇതെല്ലാം കൂടുതൽ കിട്ടുന്ന. അതായത് ചൂടാക്കുന്നില്ലേ ഉള്ളില്? അതുകൊണ്ടാണ് കാശ്മീരി തണുപ്പത്ത് ഫേമസ് ആയത്. हाँ। आपका नाम? मोहम्मद असलम भट्ट। मोहम्मद असलम भट्ट। अच्छा कहवा है भैया। थैंक यू, ओके। बहुत बहुत शुक्रिया। ओके। ओके सर जी। वो क्या है भैया? कौन सा? ये वाला ये कश्मीरी कुलचा है। कश्मीरी कुलचा। हाँ। वो क्या बनाएगा? ये उसमें 7 ड्राई फ्रूट्स मिक्स। 7 ड्राई फ्रूट्स। हाँ, अच्छा. अखरोट का गिरी, बादाम, काजू, चॉकलेट सब कुछ। अच्छा, ഇതാ 7 ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ആട്ടോന്നാ പറയുന്നത്. हाँ, ഇതാണ് കാശ്മീരി കാവ. ये कश्मीरी ആ कहवा ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുക. എങ്ങനെയുണ്ട് ടേസ്റ്റടാ? ചായന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? രക്ഷയില്ല പൊളി. ചായ അല്ല കാശ്മീരി കാവ് രക്ഷയില്ല പൊളി. സൂപ്പറാ. എന്തായാലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഗുൽമർഗിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കാശ്മീരി കാവേന്റെ സാധനത്തിൽ ഇവര് ചോക്ലേറ്റ് ഇട്ടു. ചോക്ലേറ്റ് ഒരു സിപ്പ് ചായ കുടിക്കുക, ഒരു കടി അടിക്കുക. സാധനം സെറ്റാ. ഒന്ന് ഓഫാക്ക്. चल मेरी जान। ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മൾ ഇന്നേ ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇവിടെയുള്ള കോട്ടേഴ്സിന് വേണ്ടി ഒരുങ്ങുന്ന പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വളരെ സീനറിയാ, ഒന്നും ഒഴിവാക്കാനല്ല. ആകെ ज्यादा दिन साइड पकना रोड पकना മോന്റെ കാര്യം പുറത്തറിയാണ്ടിരിക്കാൻ വേണ്ടി അവള് കളിച്ചു നോക്കിയ പെണ്ണിന്റെ ബുദ്ധിയല്ലേ, വിവരക്കേടല്ലേ ചെയ്യൂ.
ആരും അറിയിക്കാണ്ട് തീർക്കാൻ നോക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? പിന്നെ കള്ളും കുടിച്ച് കഞ്ചാവും വെച്ച് ചെക്കന്മാരെടുത്ത് അതിന് സപ്പോർട്ട് ചെയ്യാ വേണ്ട. നമ്മളെപ്പോഴമ്മ ഓരോരോ കളികളാണ്. നല്ല ക്ലൈമറ്റ് ആട്ടോ, ക്ലൗഡ് മാറി മാറി വരുന്നുണ്ടേ. അടിപൊളി ക്ലൈമറ്റാ. 3 മണി കഴിഞ്ഞാൽ അവിടെ നിൽക്കാനാവില്ല കേട്ടോ, തണുപ്പ് സഹിക്കാനാവില്ല. ഇതാട്ടോ ഇവിടുന്ന് മിലിറ്ററിക്കാർ വരുന്നുണ്ട്. മിലിറ്ററിന്റെ ഏതോ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ കയറി പോകുന്നത് കേട്ടോ. വണ്ടികൾ നോക്കിയോ. എല്ലാ വണ്ടീന്റെ മുകളിൽ ഓരോ ആൾക്കാർ റെഡി ആയി നിൽക്കുന്ന ടീമാട്ടോ. ഓ മോനെ എന്ത് ഡ്രസ്സവിടെ കാണാൻ. മുത്തായിരുന്ന അമ്മ ട്രാക്ക്. വരേണ്ടോ ടോ വരേണ്ട. ആംബുലൻസ് ഏറ്റവും ബേക്കിൽ ഇവരെ പിന്നെ എന്താ പറയാ റിക്കവറി വണ്ടി. അതിൻ്റെയും ബേക്കിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആൾക്കാർ നോക്കി അത് കണ്ണു പിടിച്ചിരിക്കുന്ന നോക്കി ബേക്കിലുണ്ട്. അതേപോലെ തന്നെ ഇതാട്ടോ ഇവിടുന്ന് മിലിറ്ററി. എല്ലാ വണ്ടീന്റെ മുകളിൽ ഓരോ ആൾക്കാർ റെഡി ആയി നിൽക്കുന്ന ടീമാട്ടോ. ഓ മോനെ എന്ത് രസമാണ് കാണാൻ. അമ്മ ട്രാക്ക്. ആംബുലൻസ് ഏറ്റവും ബേക്കിൽ ഇവരെ പിന്നെ എന്താ പറയാ റിക്കവറി വണ്ടി. അതിൻ്റെയും ബേക്കിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആൾക്കാർ നോക്കി അത് കണ്ണു പിടിച്ചിരിക്കുന്ന നോക്കി ബേക്കിലുണ്ട്. അതേപോലെ തന്നെ
का भरोसा और बेबीज का प्यार।